അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് തേങ്ങ ഇല്ലാണ്ട് അതുപോലെ തേങ്ങ അരച്ച പോലത്തെ നല്ല അടിപൊളി വെള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എത്ര ഇഡ്ഡലി ദോശയും വേണമെങ്കിലും നമുക്ക് ഈ ചട്നിയോട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 10 പേർക്ക് കഴിക്കാൻ പറ്റിയ ചട്നിയുടെ അളവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്നും ചട്നി ഉണ്ടാക്കിയെടുക്കും കേട്ടോ. തേങ്ങയുടെ ആവശ്യമേ വരില്ല. പിന്നെ കുട്ടികൾക്കൊന്നും ഇത് തേങ്ങ ഇല്ലാണ്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കിക്കണമെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇവിടെയുള്ള മക്കളൊന്നും തേങ്ങ ഇല്ലാത്ത ചട്നി കഴിക്കൂല കേട്ടോ. പക്ഷേ ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിചാരം ഇത് തേങ്ങ അരച്ച ചട്നിയാണെന്നാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഞാൻ പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പാനിലൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്നും മൂത്ത് വരണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം. അതുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഒരു സവാള കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകാണ് ഞാനൊരു 3 പച്ചമുളക് ചേർത്തെടുക്കുന്നുണ്ട്. ഇവിടെ ചട്നിക്ക് അത്യാവശ്യം എരിവാണ് കേട്ടോ. നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുറി തക്കാളിയാണ് കേട്ടോ. ഞാൻ അധികം പഴുപ്പില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നമ്മുടെ ചട്നിയുടെ കളറ് മാറണ്ട അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തെടുക്കുന്നുണ്ട്. അതിതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വേഗത്തിൽ വഴന്ന് വരും. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി. കൂടുതൽ നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചട്നി 10 പേർക്ക് ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് 1/4 കപ്പ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറോളം ഇളക്കിയെടുക്കാം കേട്ടോ. ഈ പൊട്ടുകടലയുടെ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നന്നായി ചൂടാറാൻ നിൽക്കരുത്, ചെറിയ ചൂട് വേണം കേട്ടോ. ഈ ചെറിയ ചൂടുള്ള സമയത്ത് നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് നമുക്ക് തേങ്ങ അരച്ച പോലെ തരിതരിപ്പോടെ ചട്നി എടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ല ലൂസിലാണ് ചട്നി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട, പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൂട്ടിയെടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടല്ലോ, ചെറിയ തരിതരിപ്പോടെയാണ്. നല്ല തരിതരിപ്പും അല്ല, എന്നാൽ നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കുറുക്കത്തിലാണ് ഞാൻ ചട്നി എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കടുകൊക്കെ ഇട്ടിട്ടൊന്ന് നമ്മൾ താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ കുക്കർ നന്നായി ഒന്ന് വൃത്തിയാക്കുന്നതാണ് കേട്ടോ. കരിഞ്ഞി പിടിച്ച കുക്കറാണ്. അപ്പോൾ ഞാൻ ഇടിച്ചൊക്കെ വെച്ചപ്പോൾ അടി പിടിച്ചതാണ് കേട്ടോ. വെള്ളം ഒഴിക്കാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ഇത് നല്ല പൊടിയുള്ള ചക്ക ആയതുകൊണ്ടാണ് തോന്നുന്നു അടി പിടിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കരിഞ്ഞ് പിടിച്ചിട്ടില്ല, എന്നാൽ അത്യാവശ്യം കരിഞ്ഞ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. നിങ്ങൾ കളയാൻ വെച്ച തൈരായാലും ശരി, കുറച്ച് പഴകിയ തൈരായാലും ശരി കേട്ടോ. നമ്മൾ കളയാൻ വെക്കുന്നതായാലും കുഴപ്പമില്ല. അത് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കരിഞ്ഞ് വരുമ്പോൾ കരിഞ്ഞ പാത്രങ്ങൾ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിസിലടുപ്പിച്ചിട്ട് ഇതിൻ്റെ എയർ പോകോളം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരൊറ്റ വിസിലടുപ്പിച്ചിട്ട് ഇതിൻ്റെ എയർ ഒന്ന് ഞാൻ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എയറൊക്കെ കളഞ്ഞെടുത്ത് ഇതൊന്ന് തുറന്നെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്. ഇനി ഞാനൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്ത് കാണിച്ചു തരാം. വേഗത്തിൽ പോന്ന് കിട്ടും കേട്ടോ. നമ്മൾ കൈയൊന്നും ബലം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. കണ്ടല്ലോ, ഇതാ ഞാൻ അധികം അമർത്തി വരതി എടുക്കണമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ കരിഞ്ഞു പൊടിച്ചതൊക്കെ പോന്ന് വരുന്നുണ്ട്. കണ്ടല്ലോ, അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം ഈ വേസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സ്ക്രബ് എടുത്തിട്ട് സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് പോന്ന് കിട്ടും കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ കളയാൻ വെച്ച തൈരായാലും ശരി കേട്ടോ, നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. കരിഞ്ഞു പിടിച്ച പാത്രങ്ങൾ ഇതുപോലെ കുക്കറൊക്കെ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പാലൊക്കെ അടിയിൽ പിടിച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കണ്ടല്ലോ എത്ര വേഗത്തിലാണ് പോയി കിട്ടിയത്. ഇനി ഞാനിതൊന്ന് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ടിപ്സുകളും എൻ്റെ ചട്നിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.